വെൽക്കം ടു വർക്ക് ബുക്ക് PSC. 201 പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏതു നദിയിലാണ്? ഗോദാവരി. പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏതു നദിയിലാണ്? ഗോദാവരി. 202 ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. വാവുവേലി. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. വാവുവേലി. 203 ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. 204 ഖാദർ ഏത് മണ്ണിൻ്റെ വകഭേദമാണ്? എക്കൽ മണ്ണ്. ഖാദർ ഏത് മണ്ണിൻ്റെ വകഭേദമാണ്? എക്കൽ മണ്ണ്. 205 അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമേത്? ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമേത്? ഹൈഗ്രോമീറ്റർ. 206 പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചെരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വതമുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? താഴ്വരക്കാറ്റ്. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചെരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വതമുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? താഴ്വരക്കാറ്റ്. 207 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇ. സന്തോഷ് കുമാർ. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇ. സന്തോഷ് കുമാർ. 208 ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. 209 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 2002. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 2002. 210 ഒരു ബിൽ പണബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ലോകസഭാ സ്പീക്കർ. ഒരു ബിൽ പണബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ലോകസഭാ സ്പീക്കർ. 211 വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? 20 വർഷം. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? 20 വർഷം. 212 ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്? മർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്? മർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. 213 മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം? അനുച്ഛേദം 26. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം? അനുച്ഛേദം 26. 214 പ്രൊരോഗേഷൻ എന്നത് ഒരു സെഷൻ അവസാനിക്കുന്നു. പ്രൊരോഗേഷൻ എന്നത് ഒരു സെഷൻ അവസാനിക്കുന്നു. 215 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? രാജ്കുമാർ റാവു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? രാജ്കുമാർ റാവു. 216 നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? 1 ലക്ഷം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? 1 ലക്ഷം.
217 കേരളത്തിൽ MC ജോസഫൈന് തൊട്ടുമുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ശ്രീമതി KC റോസക്കുട്ടി. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടുമുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ശ്രീമതി KC റോസക്കുട്ടി. 218 കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം. കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം. 219 P. സച്ചിദാനന്ദൻ്റെ ഏതു നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? മരണ സർട്ടിഫിക്കറ്റ്. P. സച്ചിദാനന്ദൻ്റെ ഏതു നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? മരണ സർട്ടിഫിക്കറ്റ്. 220 ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ക്ലോറോഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ക്ലോറോഫ്ലൂറോ കാർബൺ. 221 മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? കരൾ. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? കരൾ. 222 സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം? ജീവകം ഡി. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം? ജീവകം ഡി. 223 പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? സ്തനാർബുദം. പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? സ്തനാർബുദം. 224 കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി? മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി? മൃതസഞ്ജീവനി. 225 കിളിപ്പാട്ടുവൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കേക. കിളിപ്പാട്ടുവൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കേക. 226 മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര്? വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര്? വിഗതകുമാരൻ. 227 മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത്? ഇശൽ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത്? ഇശൽ. 228 ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? സുനിൽ ഗവാസ്കർ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? സുനിൽ ഗവാസ്കർ. 229 തക്ബുർനി എന്ന സമകാല നോവൽ രചിച്ചതാര്? വന്ദന. തക്ബുർനി എന്ന സമകാല നോവൽ രചിച്ചതാര്? വന്ദന. 230 ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? വന്യജീവി സംരക്ഷണ നിയമം. ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? വന്യജീവി സംരക്ഷണ നിയമം. 231 ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. 232 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണം ഫോറസ്റ്റ് കവർ ഉള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണം ഫോറസ്റ്റ് കവർ ഉള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. 233 ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ട്രാഫിക്. ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ട്രാഫിക്. 234 കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നി. 235 ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. 236
റെഡ് ഡേറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികളെ സൂചിപ്പിക്കുവാനാണ്? വംശനാശം സംഭവിച്ചവർ. റെഡ് ഡേറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികളെ സൂചിപ്പിക്കുവാനാണ്? വംശനാശം സംഭവിച്ചവർ. 237 വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. 238 കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്സവമാണ് കെട്ടുകാഴ്ച അല്ലെങ്കിൽ കുതിരക്കെട്ട്. ഇത് ഡാഷുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധമതം. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്സവമാണ് കെട്ടുകാഴ്ച അല്ലെങ്കിൽ കുതിരക്കെട്ട്. ഇത് ഡാഷുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധമതം. 239 ബ്രിട്ടീഷുകാരുടെ ബുദ്ധിമുട്ട് ഇന്ത്യയുടെ അവസരമാണെന്ന് ആരാണ് മനസ്സിലാക്കിയത്? സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷുകാരുടെ ബുദ്ധിമുട്ട് ഇന്ത്യയുടെ അവസരമാണെന്ന് ആരാണ് മനസ്സിലാക്കിയത്? സുഭാഷ് ചന്ദ്രബോസ്. 240 പ്രതിരോധ സേവനങ്ങൾക്കായി ക്രാവ് മാഗ എന്ന സ്വയം പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഇസ്രായേൽ. പ്രതിരോധ സേവനങ്ങൾക്കായി ക്രാവ് മാഗ എന്ന സ്വയം പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഇസ്രായേൽ. 241 കേരളത്തിൻ്റെ തീരത്ത്, പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ കരിമണൽ നിക്ഷേപങ്ങൾ സാമ്പത്തികമായി പ്രാധാന്യമുള്ളവയാണ്. കാരണം അവയിൽ ഡാഷ് അടങ്ങിയിരിക്കുന്നു. അപൂർവ ഭൂമിമൂലകങ്ങളും ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈൽ തുടങ്ങിയ ഘനധാതുക്കളും. കേരളത്തിൻ്റെ തീരത്ത്, പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ കരിമണൽ നിക്ഷേപങ്ങൾ സാമ്പത്തികമായി പ്രാധാന്യമുള്ളവയാണ്. കാരണം അവയിൽ ഡാഷ് അടങ്ങിയിരിക്കുന്നു. അപൂർവ ഭൂമിമൂലകങ്ങളും ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈൽ തുടങ്ങിയ ഘനധാതുക്കളും. 242 തുടർച്ചയായ 2 വാർഷിക പദ്ധതികൾക്ക് 1990-92 തൊട്ടു പിന്നാലെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാം പദ്ധതി. തുടർച്ചയായ 2 വാർഷിക പദ്ധതികൾക്ക് 1990-92 തൊട്ടു പിന്നാലെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാം പദ്ധതി. 243 ഇന്ത്യയിൽ 2024-25 ഏറ്റവും കൂടുതൽ GST വരുമാനം നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ 2024-25 ഏറ്റവും കൂടുതൽ GST വരുമാനം നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 244 ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല ഏതാണ്? മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല ഏതാണ്? മലപ്പുറം. 245 ആർദ്രം മിഷൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് PHCകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി FHC ഉയർത്തൽ. ആർദ്രം മിഷൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് PHCകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി FHC ഉയർത്തൽ. 246 വിദ്യാഭ്യാസ അവകാശ നിയമം RTA 2009 വിദ്യാഭ്യാസത്തെ ഒരു മൗലികാവകാശമാക്കി മാറ്റുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസ അവകാശ നിയമം RTA 2009 വിദ്യാഭ്യാസത്തെ ഒരു മൗലികാവകാശമാക്കി മാറ്റുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21A. 247 കേരളത്തിലെ ഏത് സംഘടനയെ ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സ്വയം സഹായ ശൃംഖലകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നു? കുടുംബശ്രീ മിഷൻ. കേരളത്തിലെ ഏത് സംഘടനയെ ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സ്വയം സഹായ ശൃംഖലകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നു? കുടുംബശ്രീ മിഷൻ. 248 കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടി ഏതാണ്? ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടി ഏതാണ്? ജ്യോതി. 249
ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത്? ആന്തരിക ഘടകത്തിൻ്റെ അഭാവം മൂലം ശരീരത്തിന് ആ വിറ്റാമിൻ ആഗിരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണിത്. വിറ്റാമിൻ B12. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്നത്? ആന്തരിക ഘടകത്തിൻ്റെ അഭാവം മൂലം ശരീരത്തിന് ആ വിറ്റാമിൻ ആഗിരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണിത്. വിറ്റാമിൻ B12. 250 പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? സുകൃതം. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? സുകൃതം. Please subscribe, like and hype Workbook PSC.